ചേട്ടാ കുറെ റോൾസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം സ്ലാങ്ങിന്റെ പേരില്. പക്ഷെ എന്നാലും ഞാനിപ്പോ അടുത്തിറങ്ങുന്ന കുറച്ച് സിനിമകളിൽ അത് മാറ്റി പിടിച്ചിട്ടുണ്ട് തൃശ്ശൂർ സ്ലാങ്. അല്ല നീ ആവുമ്പം ആള് മനസ്സിലാവില്ലേ? മേലാകെ കരിയും തേച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടി ഇട്ട് ആരറിയാൻ പോകുന്നു തന്നെ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു తమాషയൊക്കെ వేండే. అవును రంగంటే గుర్తొచ్చింది. ఈ జుట్టుకి రంగు వేసుకుంటే ఎన్ని రోజులు ఉంటుంది? నీ మొసల మొకందానా రంగేసుకుంటావా? పోయే కాలం వచ్చే రోజుల్లో ఇదేం పోయే కాలమే నీకు? അമ്മോ ഇത്രയും വലിയ പേരാ? പേര് തന്നെയാണോ പറഞ്ഞത്? ആർക്കറിയാം? പോട്ടി പോട്ടി झगड़ा झगड़ा तुम हमसे झगड़ा करेगा? यस. ഇത്രയും കാലം ബോംബെ കഴിഞ്ഞല്ലേ, നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ? അതിന്റെ യാതൊരു ആവശ്യമില്ല. ఏంటమ్ము కోపం వచ్చిందా? నాకెందుకు కోపం? మీకు బాగానే ఉన్నట్టుంది కదా. ఏంటమ్ము కోపం వచ్చిందా? నాకెందుకు కోపం? మీకు బాగానే ఉన్నట్టుంది కదా. അല്ല എന്തുട്ടാ നമ്മുടെ പേര്? ഹായ് അന്തോണി, സ്രാങ്ക് അന്തോണി, ബോട്ടിലെ പണി, തൃശ്ശൂരിന് വീട്. മാഷ് നാഗപട്ടണം പോയിരിക്കുക. అంతే. చూసా ఎవరు పడ్డారో. നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി ഇവനറിയാം. కళ్ళల్లో కళ్ళు పెట్టి చూస్తున్నారు. కళ్ళల్లో కళ్ళు పెట్టి చూస్తున్నారు. ये भीम सिंह का बेटा राम सिंह बोलता है। नहीं नहीं नहीं, मैं हिंदुस्तान का गुरखा है, आत्माभिमान वाला गुरखा है, पुलिस का बड़ा गुरखा, പോലീസിനേക്കാൾ വല്ലാണ് ഗുർഖ. നോക്കട്ടെ ആദ്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, താൻ പോയി പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. എന്തൊരു പറഞ്ഞാലും പാട്ടി പാട്ടി പാട്ടി. ఇది చూడు నా కళ్ళల్లోకి. చూసా చెప్పండి. ഈ ഫ്രൂട്ട് കുടിച്ചിങ്ങനെ വെച്ചുകാശാനെ. అవునంతే. అది పాత ఫోనే, నీకు కొత్తగా కనిపిస్తుందా అంతే. అవునంతే. అది పాత ఫోనే, నీకు కొత్తగా కనిపిస్తుందా అంతే. നീ എന്നെ തല്ലുന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. അത് നന്നായി, ഞാൻ തല്ലുമായിരുന്നു. പോട്ടെ, സാരമില്ല. ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ.